ഹായ്. നിങ്ങൾക്ക് ചിരഞ്ജീവി ആവണോ? ആകണമെങ്കിൽ ഞാനൊരു ടെക്നിക്ക് പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ അമരൻ, അമർ എന്നൊക്കെ ഉള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത് ആരെയാണ്? മഹാത്മാഗാന്ധി നമ്മുടെ മനസ്സിൽ അമറാണ് അല്ലേ? അല്ലെങ്കിൽ നെൽസൺ മണ്ടേല നമ്മുടെ മനസ്സിൽ അമറാണ്. മദർ തെരേസ നമ്മുടെ മനസ്സിൽ അമറാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദെയർ ഡീഡ്സ്. അവർ ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യരുടെ മനസ്സിലേക്ക് കുടിയേറി. അപ്പോൾ അവർ മരിച്ചിട്ടേയില്ല. അതും ഒരു തരത്തിലുള്ളൊരു വെൽത്ത് അല്ലേ? ആലോചിച്ച് നോക്കൂ, എത്ര വെൽത്തിയാണെന്ന് നോക്കൂ അവരൊക്കെ. ലൈക്ക് ദേ ആർ ലിവിങ് ഫോർ എവർ. ആളുകൾ എക്സസൈസ് ചെയ്യുന്നു, ഡയറ്റ് ചെയ്യുന്നു, പിന്നെ ഭംഗിയായിട്ടിരിക്കാൻ നോക്കുന്നു. ഇതെല്ലാം നോക്കുന്നതിൽ കൂടിയും അവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഇത് തന്നെ, നന്മ. മനുഷ്യരാശിക്ക് നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു വെൽത്ത് ക്രിയേഷനാണ്. പല 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 ജനറേഷൻസ് കൈമാറിപ്പോകുന്ന ഒരു പേര് അവരുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സർ ഗോപാലകൃഷ്ണ ഗാന്ധിയെ കാണാറുണ്ട് കലാക്ഷേത്രത്തിൽ. അയ്യോ, ഞാൻ അന്നേരം മഹാത്മാഗാന്ധിയെ കാണുന്ന പോലെയായിരുന്നു എനിക്ക്. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അവരെ പോലെ ആവണം എന്ന്? കമൻറ്റ്.